ഹലോ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ചെയ്തത് കാരണം അത് പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു കിട്ടോ, കാരണം കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് കഴിഞ്ഞു പോയി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ദമ്മിടുന്നു പറഞ്ഞു. ദമ്മിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെന്തിരിക്കുന്ന ചിക്കൻ ഞാൻ ശരിക്കും ഫ്രൈ ചെയ്ത പോലെ വെള്ളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആക്കിയെടുത്താണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഏതാണ്ട് ഏറെക്കുറെ ഇങ്ങനെ കുറുകി വന്നിട്ടുള്ള ഒരു ലെവലിലാണ് ആ അരി ഉണ്ടായിരുന്നത്. വെള്ളം കുറച്ചും കൂടി അതിലുണ്ടായിരുന്നു. ആ ലെവലായപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് 2-3 കയ്യിലെടുത്തിട്ട് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് അതിൽ നമ്മളെ അണ്ടിപ്പരിപ്പ് അങ്ങനെ വറുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഗാർണിഷ് ചെയ്യാനുള്ള ആ സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും എന്താ പറയുക, കുറച്ചുകൂടി ചോറിട്ടു. അങ്ങനെ വീണ്ടും ലെയറായിട്ട് 2-3 ലെയറായിട്ടാണ് ചെയ്തത്. ഞാൻ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഇടുന്നതാണ് പറഞ്ഞത്. അത് ആ വീഡിയോ കഴിയുമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. അപ്പോൾ അങ്ങനെ 2-3 ലെയറായിട്ട് ഞാനതിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് ഏറ്റവും മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാനത് എടുത്തത്. എന്നിട്ട് അത് ഞാൻ ഏറ്റവും കുറഞ്ഞ തീയിൽ ആ ഇതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ച് അതും ഒരു വെയിറ്റ് വെച്ച് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിയൊക്കെ കുത്തുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കുത്തനല്ല, മറ്റേ ആ ഉള്ളിയൊക്കെ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ സംഭവം കൊണ്ട് ഞാനിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് വെയിറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ഒരു 20 മിനിറ്റോളം 15-20 മിനിറ്റോളം ചെറിയ തീയിലിങ്ങനെ വെച്ചപ്പോൾ അത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടു. ഇതാ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എനിക്കത് അപ്പോൾ പറയാൻ പറ്റിയില്ല, അപ്പോഴേക്കും വീഡിയോ കഴിയുക എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ അതാ നമുക്ക് ആ ടൈമിൽ തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് കണ്ടോ ഇങ്ങനെ കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാർ ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് അതിൽ തൈര് ചേർത്ത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. നമ്മൾ മസാലയൊക്കെ ആക്കിയ സമയത്ത് അതിൽ 1 ടേബിൾ സ്പൂണ് ഞാൻ തൈര്, പുളി അധികം ഇല്ലാത്ത തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൽ ഈ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പറഞ്ഞാൽ ചിലർ ഒരു അരി പൊട്ടുന്നു, പക്ഷെ അത് ആ അരി ഇട്ടിട്ട് ആ അരി ഒന്ന് ഏതാണ്ട് കുറുകുന്ന പാകത്തിലാകുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം മസാലയൊക്കെ എല്ലായിടത്തും ചേർന്ന് പിടിച്ച് നല്ല ടേസ്റ്റ്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ബിരിയാണി. നമ്മൾ വിചാരിക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാവും. ഇനി ഞാൻ ശരിക്കും ഒരു ലോങ് വീഡിയോ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരിക്കൽ ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത് കേട്ടോ. ഓക്കേ.